പാലക്കാട് ജില്ലയിൽ നെൽപ്പാടങ്ങളും കൊല്ലങ്കോട്ടുള്ള പൂപ്പാടവും കാണാനായിരുന്നു ഈ ഒരു യാത്ര. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമെങ്കിലും നമ്മൾ യാത്ര തുടങ്ങിയത് കവയിൽ നിന്നായിരുന്നു. എല്ലാവർക്കും അറിയുന്നത് പോലെ കവ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൽ കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങളവിടെ പോയത്. അതിന് കാരണം നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുള്ള വീഡിയോസ് തന്നെയായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് മുഴുവൻ വെള്ളം കയറിയിരിക്കുകയാണ്. പണ്ടത്തെ വീഡിയോസിൽ കാണുന്ന പോലെ നമുക്ക് അവിടെ ഇറങ്ങി നിൽക്കാനൊന്നും പറ്റില്ല എന്ന്. ആ കടയിലെ ചേട്ടനടുത്ത് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് 3 മാസമായിട്ട് ഇതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇപ്പം സഞ്ചാരികളുടെ വരവും നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നെ ഞങ്ങൾ ഈ നിന്ന സ്ഥലം മാത്രമല്ല കേട്ടോ, കുറേ കിലോമീറ്ററുകൾ മുന്നിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ വേറെയും കുറേ ജലാശയങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നേരെ ഉച്ചയായിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും വിശക്കാനും തുടങ്ങി. അപ്പം ഞങ്ങൾ വിചാരിച്ചു കവ മറ്റൊരു ദിവസം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരാം, ഇപ്പം തൽക്കാലം ഊണ് കഴിക്കാമെന്ന്. ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള താമരപ്പാടത്തെത്തി. പേരിൽ മാത്രമേ ഉള്ളൂ കേട്ടോ താമരപ്പാടെന്ന്. ഇവിടെ നെൽകൃഷിയും പിന്നെ പൂപ്പാടവും ഒക്കെയാണ് ഉള്ളത്. കൊല്ലങ്കോട്ടേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ വരുന്നതും ഈ കാഴ്ചകളൊക്കെ കാണാനുമാണ്. അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ സീതാർകുണ്ട് വെള്ളച്ചാട്ടമുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ അത് കണ്ടിട്ട് ഇങ്ങോട്ട് വരാം, അപ്പോഴേക്ക് കുറച്ച് വെയിലൊക്കെ താഴുമല്ലോ എന്ന്. വെള്ളച്ചാട്ടം കാണാൻ പോവാൻ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. പോരാത്തതിന് നല്ല വെയിലും. 40 രൂപയായിരുന്നു ഒരു ടിക്കറ്റിൻ്റെ ചാർജും. അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി ഞങ്ങൾ മുകളിലേക്ക് നടന്നുകൊണ്ടിരുന്നു. വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞപ്പം വലിയ വെള്ളച്ചാട്ടമൊക്കെയാണെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. കവയിൽ എക്സ്പെക്റ്റേഷൻസ് വെച്ച് പോയ പോലെ ഇവിടെയും നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഒന്നും റിയാലിറ്റി മറ്റൊന്നുമായിരുന്നു. ഇനി മഴക്കാലം അല്ലാത്തത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല, പക്ഷേ വളരെ ചെറിയൊരു വെള്ളച്ചാട്ടമായിരുന്നു അത്. വെള്ളച്ചാട്ടം തീരെ ചെറുതാന്ന് കണ്ടപ്പം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാം. കാരണം ഇത്ര ദൂരം തന്നെ ഇനി തിരിച്ചു നടക്കാനുണ്ടല്ലോ. കുറച്ച് പേരൊക്കെ ആ വെള്ളത്തിലിറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും താമരപ്പാടത്ത് തന്നെ എത്തി. ഇവിടെയും എൻട്രി ഫീ ഉണ്ട്. നമ്മൾ ചെന്നപ്പം നല്ല വെയിൽ, ഒരു രക്ഷയില്ലാത്ത വെയിൽ. നമുക്കൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ പോലും ഒരു കുടയൊന്നും ഇല്ലാതെ പറ്റാത്ത അവസ്ഥ. പക്ഷെ ചുറ്റും നോക്കുമ്പോൾ നല്ല രസമായിരുന്നു, നല്ല കാറ്റായിരുന്നു. ഈ കാറ്റത്ത് അവിടെ എവിടെ തിരിഞ്ഞാലും പൂക്കളുടെ ഗന്ധമായിരുന്നു. ഇതൊക്കെ ആസ്വദിച്ച് ആ നെല്ലിൻ്റെ പച്ചപ്പും ചുറ്റുമുള്ള ഓറഞ്ചും മഞ്ഞയും പൂക്കളും ഒക്കെ കണ്ട് വെയിലൊക്കെ മറന്നു തന്നെ നമ്മളങ്ങ് നടന്നു. ഓരോ വഴിയിലൂടെ നടക്കുമ്പോഴും ഇത് തന്നെയാണ് അപ്പുറത്തുനിന്ന് അറിയാമെങ്കിൽ പോലും അങ്ങോട്ട് നടക്കാൻ തോന്നും. ഇവിടെ നിന്ന് നോക്കുമ്പോഴും മലനിരകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതും നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമായിരുന്നു. പക്ഷേ ഇത്ര വെയിലുള്ള സമയത്ത് വരാൻ പാടില്ല. നല്ല രാവിലെയൊക്കെ വരുമ്പം 7 മണി തൊട്ടാണ് ഇവിടെ സന്ദർശന സമയം. ആ ഒരു സമയത്ത് 7 മണി 7:30 വരികയാണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. പൂക്കൾ തീർത്ത ഈ വസന്തം ശരിക്കും നമ്മുടെ കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമയേകുന്നതായിരുന്നു. അങ്ങനെ വൈകിട്ട് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ സത്യം പറയാലോ, കുറച്ച് നേരം കൂടെ അവിടെ തന്നെ നിൽക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു.